പതിവ് പോലെ തന്നെ സ്ത്രീധന പീഡനങ്ങളും ഗാർഹിക പീഡനവുമാണ് മരണത്തിന് കാരണമെന്ന് തെളിയിക്കുന്ന തെളിവുകളും ഒപ്പം തന്നെ യുവതിയുടെ ശരീരത്തിൽ 13ഓളം മാരകമായിട്ടുള്ള മുറിവുകളും ഉള്ളതായി ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. വർക്കല സ്വദേശിനിയാണ് ഈ 27 വയസ്സുകാരി. ആറ്റുകാൽ ചിറമുക്ക് കഞ്ഞിപ്പുരയിലെ വാടക വീട്ടിൽ വെള്ളിയാഴ്ച വൈകിട്ട് മരിച്ച നിലയിൽ യുവതിയെ കണ്ടെത്തുകയായിരുന്നു. ഇതൊരു യുവതിയുടെ മരണം മാത്രമല്ല, മറിച്ച് വഞ്ചനയുടെയും ക്രൂരമായ ഭർതൃപീഡനത്തിൻ്റെയും ഒടുവിലത്തെ അധ്യായമാണെന്ന് കുടുംബം ഇപ്പോൾ ആരോപിക്കുന്നുണ്ട്. കൃത്യമായിട്ടുള്ള തെളിവുകൾ കുടുംബത്തിൻ്റെ കയ്യിലുണ്ട്. കുറേ തെളിവുകൾ യുവതിയും കൃത്യമായി തൻ്റെ ഡയറിയിൽ എഴുതി വെച്ചതിന് ശേഷമാണ് മരിച്ചിരിക്കുന്നത്. 1.5 വർഷം മുമ്പാണ് ഇരുവരുടെയും വിവാഹം നടക്കുന്നത്. ആ ദിവസം മുതൽ തന്നെ ഈ പറയുന്ന 27 വയസ്സുകാരിയും ഭർത്താവും തമ്മിലുള്ള ബന്ധം തുടക്കം മുതലേ പീഡനങ്ങളുടെ ഒരു പരമ്പരയായിരുന്നു. എന്നാൽ മരണശേഷം പുറത്തു വരുന്ന വിവരങ്ങൾ കേവലം ഗാർഹിക പീഡനത്തിനപ്പുറമുള്ള ഞെട്ടിക്കുന്ന പല സത്യങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഭരതന്നൂർ സ്വദേശിയായ ഭർത്താവ് അതുൽ ശ്രീകുമാറിന്റെ ക്രൂര പീഡനത്തിൽ മനം നൊന്താണ് 27 വയസ്സുകാരി മരിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. വിവാഹം കഴിഞ്ഞ ദിവസം മുതൽ തന്നെ പല കാര്യങ്ങളും പറഞ്ഞ് യുവതിയെ അതിക്രൂരമായി മാനസികമായിട്ടും അതുൽ പീഡിപ്പിക്കാൻ തുടങ്ങുകയായിരുന്നു. ഏതായാലും സംഭവത്തിൽ ഭർത്താവ് അതുലിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. ഗാർഹിക പീഡനത്തിന് അതുലിനെതിരെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. യുവതിയുടെ ശരീരത്തിൽ മർദ്ദനമേറ്റതിന്റെ പാടുകളാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതുൽ ശാരീരികമായി ഉപദ്രവിച്ചെന്ന് കാട്ടി ഈ മരിക്കുന്ന അന്നേ ദിവസം തന്നെ യുവതി അമ്മയ്ക്ക് വാട്സപ്പിൽ ചിത്രങ്ങൾ അയച്ചു കൊടുത്തിരുന്നു. അതായത് മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് തൻ്റെ ശരീരത്തിൽ ഉണ്ടായിട്ടുള്ള മുറിവുകളുടെ ഫോട്ടോ എടുത്ത് അമ്മയ്ക്ക് അയച്ചിട്ടുണ്ട്. മർദ്ദനമേറ്റതിൻ്റെ 13 പാടുകളാണ് യുവതിയുടെ ശരീരത്തിൽ കണ്ടെത്തിയതായിട്ട് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ആത്മഹത്യക്കുറിപ്പും വീട്ടിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. 27 വയസ്സുകാരിയുടെ അമ്മ ജിനുവിൻ്റെ പരാതിയിൽ ഗാർഹിക പീഡനവും ആത്മഹത്യാ പ്രേരണ കുറ്റവുമാണ് അതുലിനെതിരെ ചുമത്തിയിരിക്കുന്നത്. സ്ത്രീധനമായി ലഭിച്ച സ്വർണം വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട ഇവർ തമ്മിൽ വഴക്ക് പതിവായിരുന്നെന്നും പോലീസ് പറയുന്നു. വ്യാഴാഴ്ചയും വഴക്കുണ്ടായി. വെള്ളിയാഴ്ച മകളെ ഫോണിൽ വിളിച്ച് കിട്ടുന്നില്ലെന്നും അമ്മ ജിനു അറിയിച്ചതോടെ വൈകിട്ടോടെ അതുൽ വീട്ടിലെത്തി വാതിൽ തകർത്ത് അകത്ത് കടന്നപ്പോൾ ആരതിയെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു എന്നാണ് വീട്ടുകാർ അറിഞ്ഞത്. വിവാഹം കഴിഞ്ഞ് 3 മാസത്തിനുള്ളിൽ പല കാരണങ്ങൾ പറഞ്ഞാണ് അതുൽ യുവതിയെ ഉപദ്രവിച്ചു തുടങ്ങിയത്. അന്നു മുതൽ തന്നെ യുവതി വീട്ടിലും ഇത് പറയുന്നുണ്ടായിരുന്നു. യുവതിയുടെ 50 പവൻ സ്വർണം പണയം വെച്ചു. പണത്തിന്റെ പേരിലും സ്വർണത്തിന്റെ പേരിലും ഉപദ്രവിച്ചിരുന്നുവെന്നും അതുലിന് മറ്റു ബന്ധങ്ങൾ ഉണ്ടായിരുന്നെന്നും യുവതിയുടെ ബന്ധുക്കൾ ആരോപിക്കുന്നു. അതുലിന്റെ മർദ്ദനത്തിൽ മുറിവേറ്റതിന്റെ ചിത്രങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് അമ്മയ്ക്ക് അയച്ചു നൽകിയിരുന്നു. പക്ഷെ അപ്പോഴും ഭർത്താവിന്റെ വീട്ടിൽ തന്നെയായിരുന്നു യുവതി താമസിക്കുന്നുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസവും വഴക്കുണ്ടായതിന് പിന്നാലെയാണ് യുവതി മുറിയിൽ കയറി വാതിലടച്ചത്. പിന്നാലെ ആത്മഹത്യ ചെയ്തെന്ന് മനസ്സിലാക്കിയ അതുൽ സുഹൃത്തുക്കളെ വിളിച്ചു വരുത്തിയതിന് ശേഷമാണ് വാതിൽ തുറന്നത്. അതായത് കൃത്യമായിട്ട് ആ വാതിൽ സ്വയം തുറന്നു നോക്കുന്നതിന് പകരം സുഹൃത്തുക്കളെ വിളിച്ചു വരുത്തി. അതായത് അതുൽ ഉറപ്പിച്ചിരുന്നു യുവതി ആത്മഹത്യ ചെയ്ത് അല്ലെങ്കിൽ തൻ്റെ ഭാര്യ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. മരണത്തിന് മുമ്പും യുവതി അമ്മയെ വിളിച്ചിരുന്നു. ആത്മഹത്യ കുറിപ്പുകളും ഡയറിയും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. അത്രയും സ്നേഹിച്ച് വിശ്വസിച്ച് വിവാഹം ചെയ്ത ഭർത്താവിൻ്റെ പീഡനം സഹിക്കാനാവാതെ വന്നതോടെയാണ് അവൾ മരണം തിരഞ്ഞെടുത്തത്. ശാരീരിക ആക്രമണവും മാനസിക പീഡനവും കാരണം മകളെ വീട്ടിൽ തിരിച്ചെത്തിക്കാനും അതുലിനോട് 3 ദിവസങ്ങൾക്ക് മുമ്പും ആവശ്യപ്പെട്ടിരുന്നതായി യുവതിയുടെ പിതാവ് പറയുന്നു. പരമാവധി സ്ത്രീധനം നൽകിയിട്ടും കഴിഞ്ഞ ആഴ്ചയും വീട്ടിൽ വന്ന് അതുൽ കൂടുതൽ സാമ്പത്തികം ആവശ്യപ്പെട്ടു. മകൾക്ക് പകരമാവില്ലെങ്കിലും നിയമ നടപടിയുമായി നീങ്ങാനാണ് തീരുമാനമെന്നാണ് യുവതിയുടെ അച്ഛൻ ബൈജു പറഞ്ഞിരിക്കുന്നത്. അതായത് 1.5 വർഷം കഴിഞ്ഞു. കൊടുത്തിട്ടുള്ള സ്ത്രീധനം 50 പവനോളം കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു. അതെല്ലാം തന്നെ വിറ്റ് നശിപ്പിച്ചു. പിന്നെയും കഴിഞ്ഞ 3 ആഴ്ച മുമ്പാണ് ഈ വീട്ടിലെത്തി വീണ്ടും പണം വേണമെന്നും സ്ത്രീധനം വേണമെന്നും ആവശ്യപ്പെട്ട് വീട്ടിൽ ബഹളം വെച്ചു. അതിനൊക്കെ തന്നെ കൃത്യമായിട്ട് മൊഴി അച്ഛൻ നൽകിയിട്ടുണ്ട്. ബാങ്ക് മാനേജറാണെന്ന് പറഞ്ഞാണ് വിവാഹം ആലോചന ആദ്യം എത്തിയത്. പക്ഷേ വണ്ടിയുടെ പരിപാടികൾ എന്തോ ആണ് നിലവിൽ ചെയ്യുന്നത്. കല്യാണം ഉറപ്പിച്ച ശേഷം മുമ്പൊരു കുട്ടിയെ വേണ്ടെന്ന് വെച്ചതോടെ ആ പെൺകുട്ടിയും ജീവനൊടുക്കിയിട്ടുണ്ട്. അപ്പോഴും മറ്റൊരു പെണ്ണുമായി അടുപ്പത്തിലായിരുന്നു. ഇതിനുശേഷമാണ് ഈ വർക്കല സ്വദേശിയായിട്ടുള്ള 27 വയസ്സുകാരിയെ വിവാഹം ആലോചിക്കുന്നത്. വിവാഹത്തിന് മുമ്പും ഇയാൾക്ക് മറ്റൊരു യുവതിയുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്ന വിവരം യുവതിയുടെ കുടുംബം അറിഞ്ഞിരുന്നില്ല. ആ പെൺകുട്ടി വിവാഹ നിശ്ചയത്തിന് പിന്നാലെ ദുരൂഹ സാഹചര്യത്തിൽ ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്ന ഞെട്ടിക്കുന്ന വിവരം ഈ അടുത്ത കാലത്താണ് യുവതിയുടെ കുടുംബം അറിയുന്നത്.
അതായത് ഇയാൾ ഇതിനു മുമ്പ് ഈ യുവതിയെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് മറ്റൊരു പെൺകുട്ടിയുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നു. ആ യുവതിയും എന്തോ കാരണം കൊണ്ട് ദുരൂഹ സാഹചര്യത്തിൽ ആ യുവതിയും ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ഇതൊക്കെ വിവാഹം കഴിഞ്ഞ് കുറച്ച് നാളുകൾ കഴിയുമ്പോഴാണ് ഈ 27 വയസ്സുകാരി അറിയുന്നത്. താൻ വഞ്ചിക്കപ്പെട്ടുവെന്നും തനിക്ക് മുമ്പ് ജീവിതത്തിൽ വന്ന പെൺകുട്ടിക്ക് സംഭവിച്ച ഗതി തന്നെയാണോ തനിക്കും വരാനിരിക്കുന്നതെന്നും യുവതി ഭയപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് വിവാഹശേഷം മറ്റൊരു യുവതിയുമായി ഭർത്താവിന് ബന്ധമുണ്ടെന്ന തെളിവുകളും ചിത്രങ്ങളും 27 വയസ്സുകാരിക്ക് ലഭിക്കുന്നത്. ഇത് ഇരുവരും തമ്മിലുള്ള തർക്കങ്ങൾ രൂക്ഷമാകാൻ കാരണമായി. യുവതിക്ക് നൽകിയ 50 പവനും അതുൽ പണയപ്പെടുത്തിയും വിറ്റും നശിപ്പിച്ചു. പെണ്ണ് കാണാൻ വന്നപ്പോൾ തന്നെ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലുമായിരുന്നു. അന്ന് തന്നെ താൻ ഇതിനെ എതിർത്തിരുന്നുവെന്നാണ് വലിയച്ഛൻ പറഞ്ഞത്. തനിക്ക് ഏൽക്കേണ്ടി വന്ന പീഡനങ്ങളെല്ലാം യുവതി സഹിക്കുകയായിരുന്നു. മർദ്ദനത്തിന്റെ പാടുകളെല്ലാം തന്നെ അമ്മയുടെ ഫോണിൽ ഇങ്ങുണ്ട്. നീ ഇങ്ങ് ഇറങ്ങി വാ മോളെ എന്ന് പലതവണ ഞാൻ പറഞ്ഞിരുന്നെന്നാണ് ആ അമ്മ നെഞ്ചുപൊട്ടി കരഞ്ഞുകൊണ്ട് പറയുന്നത്. എന്നാൽ താൻ അതുലിനെ അത്രയും സ്നേഹിച്ചു പോയി എന്നായിരുന്നു യുവതിയുടെ മറുപടി. അതായത് ഒരു പക്ഷേ അതുൽ മാറും, തന്നെ സ്നേഹിച്ചു തുടങ്ങും, ഈ സ്വഭാവമെല്ലാം മാറും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരിക്കാം യുവതി പീഡനം ഏറ്റിട്ടും ആ വീട്ടിൽ കടിച്ചു തൂങ്ങി നിന്നത്. അതുൽ കടുത്ത മദ്യപാനിയാണ് എന്നതും യുവതി അങ്ങേയറ്റം വേദനിപ്പിച്ചിരുന്നു. പെണ്ണ് കാണാൻ വന്നപ്പോൾ തന്നെ ഇക്കാര്യം പറഞ്ഞിരുന്നു. താൻ മദ്യം കഴിക്കാറില്ലെന്നായിരുന്നു അതുലിൻ്റെ മറുപടി. ഒരു തവണ സ്വന്തം വീട്ടിൽ വന്ന് യുവതി താമസിച്ചെങ്കിലും പല കാര്യങ്ങൾ പറഞ്ഞ് അതുൽ വീണ്ടും വിളിച്ചുകൊണ്ട് പോവുകയായിരുന്നു. മരിച്ചുപോയ മുൻ കാമുകിയെ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ തനിക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട ജീവിതം ഉണ്ടാകുമായിരുന്നു എന്ന് പറഞ്ഞ് അതുൽ യുവതിയെ താരതമ്യപ്പെടുത്തുന്നതും പതിവായിരുന്നു. മാതാപിതാക്കൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നവരായതിനാൽ തന്നെ ഈ ജീവിതം ഇങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് കരുതിയെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് തോന്നിയതോടെയാണ് മരണം തിരഞ്ഞെടുത്തതെന്നാണ് ബന്ധുക്കൾ ആവർത്തിക്കുന്നത്. എപ്പോഴും വീട് അടച്ചിട്ടിരിക്കുമെന്നും ആരെയും പുറത്തേക്ക് കാണാറില്ലെന്നും നാട്ടുകാരും പറയുന്നു. അതേസമയം പലപ്പോഴും അവിടെ ബഹളങ്ങളും കരച്ചിലും കേൾക്കാറുണ്ടായിരുന്നു. മരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ മുറിയിൽ കയറി ആരതിയെ രക്ഷിക്കാൻ അതുൽ ശ്രമിച്ചിട്ടില്ലെന്നും മരണപ്പെട്ടു എന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് അതുൽ സുഹൃത്തിനെയും ഭാര്യയെയും വിളിച്ചു വരുത്തിയതെന്നും അതിനുശേഷമാണ് വാതിൽ തുറന്നതെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട്. നിലവിൽ അതുലിനെതിരെ ആത്മഹത്യാ പ്രേരണ, ഗാർഹിക പീഡന നിരോധന നിയമം എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്.